ലോകസമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് സയനിസ്റ്റ് ഭീകരത ആക്രമണം നടത്തിയിട്ടുള്ളത്. അന്താരാഷ്ട്ര നിയമങ്ങളും എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒത്താശയോടെ ഇറാനെതിരെ അവർ നടത്തുന്ന ആക്രമണം ഉടനടി നിർത്താൻ ലോകമാകെ ഒന്നിച്ച് ശബ്ദമുയർത്തണം. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിൻ്റെ ആക്രമണം തടയാൻ ഉടൻ ഇടപെടണം. ഇന്ത്യ ഗവൺമെൻറ് പശ്ചിമേഷ്യയിൽ സമാധാനത്തിനും നീതിക്കും വേണ്ടി വ്യക്തമായ നിലപാട് സ്വീകരിക്കണം. ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിഷേധ സ്വരമുയർത്താനും ഇന്ത്യ തയ്യാറാകണം. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തുന്ന കേരളീയർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഡൽഹി കേരള ഹൗസിലെ റെസിഡൻറ്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെത്തുന്ന കേരളീയർക്ക് കേരള ഹൗസിൽ താമസ സൗകര്യം ഒരുക്കുകയും ഇതിനുശേഷം നാട്ടിലേക്ക് വരുന്നതിനുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. ഇറാനിലെയും ഇസ്രയേലിലെയും സ്ഥിതി ആശങ്കാജനകമായാണ് തുടരുന്നത്. ഈ പശ്ചാത്തലത്തിൽ തിരികെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്ററിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പേർ രജിസ്റ്റർ ചെയ്യണം. നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻറ്റർ 180042539339. ഇതൊരു ടോൾ ഫ്രീ നമ്പറാണ്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര മിസ്ഡ് കോൾ +918102012345. ഇവരുടെ വിവരം വിദേശകാര്യ മന്ത്രാലയത്തിനും ഇറാനിലെയും ഇസ്രയേലിലെയും ഇന്ത്യൻ എംബസികൾക്കും കൈമാറുകയും തുടർ നടപടികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ഇന്ന് നിങ്ങളുടെ ആമുഖമായി പറയാനുള്ളത്. നമ്മുടെ രാജ്ഭവനിൽ ഈ ഔദ്യോഗിക ചടങ്ങുകൾക്ക് ഈ കാവിക്കൊടി എന്നീ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു നിഷ്കർഷ രാജ്ഭവൻ വിഭാഗത്തിനുണ്ടായി. അങ്ങനെ ജൂൺ 5 ഒരു പരിപാടി ഒന്ന് മാറ്റുകയും ഇക്കാര്യത്തിൽ എന്താണ് സർക്കാരിൻ്റെ ഒരു നിലപാട്? ഈ ഔദ്യോഗിക ചടങ്ങുകളിൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കാമോ? അതിലൊരു സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അതിലൊരു അഡ്വൈസ് ഗവർണർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നു. സർക്കാരിൻ്റെ നിലപാടാണ് കൃഷിമന്ത്രി ഗവർണറെ അറിയിച്ചത്. അത് നമുക്ക് വ്യക്തിപരമായി ഓരോരുത്തർക്കും പല ആശയങ്ങളും പല വിശ്വാസങ്ങളും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടായേക്കാം. പക്ഷേ സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത്. അത് പിന്നീട് ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കുമല്ലോ. ഏതായാലും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാണ്. അത് അംഗീകൃത നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല. അതാണ് സർക്കാർ അക്കാര്യത്തിൽ സ്വീകരിച്ചുള്ള നിലപാട്. രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഇനിയും ആ രീതിയിൽ തന്നെ തുടരുമെന്നാണ് രാജ്ഭവൻ അറിയിച്ചിരിക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഔദ്യോഗിക പരിപാടിയിൽ രാജ്ഭവൻ പല പരിപാടി ഉണ്ടാവില്ല. അവിടെ ഇപ്പോൾ അദ്ദേഹം ഒരു കുടുംബപരമായൊരു പരിപാടി നടന്നു, മറ്റേതെങ്കിലും നടന്നു, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഔദ്യോഗിക പരിപാടിയിൽ ഇങ്ങനെയുള്ള ഭാരതാംബയുടേതാണല്ലോ ഇപ്പോൾ വന്നത്, അങ്ങനെ ഒരു ചിത്രം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഈ ഹെഡ്ഗവാറിന്റെ
രാജ്ഭവന്റെയും ഗോൾവാൾക്കറുടെയും ചിത്രങ്ങൾ അടക്കമാണ് ഇപ്പോൾ രാജ്ഭവനിൽ വെച്ചിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് കണ്ടത്? രാജ്ഭവൻ പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള ചിത്രങ്ങൾ വരുന്നത് ശരിയാണ്? അതാണ് നാം കാണേണ്ട ഒരു വിഷയം. ഇവിടെ രാജ്ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രമാണ്. അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ, അവിടുത്തെ പൊതുവായ പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ ചിഹ്നങ്ങൾ, അതെല്ലാം പൊതുവിൽ നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം, ഭരണഘടനാനുസൃതമായിരിക്കണം എന്നർത്ഥം. ഇവിടെ RSS നമ്മുടെ രാജ്യത്ത് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രാജ്ഭവനെ RSSൻ്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല. മാത്രമല്ല, രാജ്ഭവൻ എന്നത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു വേദിയായി മാറ്റേണ്ടി ഒന്നുമല്ല. ഇത്തരമൊരു പ്രവണത അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അത് അംഗീകരിക്കാൻ കഴിയില്ല. അത്തരമൊരു നിലപാടും സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ചിലർ ചോദിക്കുന്നത്, ഈ ഭാരതാംബയെ അംഗീകരിക്കുന്നതിന് എന്താണ് പ്രയാസം എന്ന് ചിലരിങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ കാണേണ്ടത്, നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒന്നല്ല ഈ ഭാരതാംബ എന്ന ചിത്രീകരണം. ഈ ഭാരതാംബയുടെ കയ്യിലെ കൊടി അത് RSSൻ്റെ കൊടിയാണെന്ന് പരസ്യമായി ഏകദേശം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും. അത്തരം ഒരു കൊടിയായിട്ടാണല്ലോ ഭാരതാംബയെ മുന്നോട്ടിറക്കിയത്. ഇപ്പോൾ RSSൻ്റെ ചിഹ്നങ്ങളെ RSSകാർ ബഹുമാനിക്കും. അത് ബഹുമാനിച്ചോട്ടെ, അത് ബഹുമാനിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത് RSSൻ്റെ ചിഹ്നം RSSകാർ കൊണ്ട് നടക്കട്ടെ. മറ്റുള്ളവരെല്ലാം അത് അംഗീകരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അത്തരമൊരു നിലപാട് സ്വീകരിപ്പിക്കുന്നതിന് രാജ്ഭവനെ ഉപയോഗിക്കാനും പാടില്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആധാരശിലയാണല്ലോ ഭരണഘടന. ഈ ഭരണഘടനയോട് ഉള്ള RSSൻ്റെ നിലപാട്, സമീപനം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 1925 RSS രൂപീകൃതമാകുന്നത്. ആ കാലം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ശക്തിയാർജിച്ച കാലമാണ്. എന്നാൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന നിലപാടുകളോട്, അതിൻ്റെ പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് തീർത്തും വിയോജിച്ച സംഘടനയായിരുന്നു RSS. അത് വലിയ തോതിൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോവുകയായിരുന്നു. പരസ്യമായിരുന്നു അത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകി. ആ ഭരണഘടന രൂപം കൊണ്ട അപ്പം തന്നെ RSS അതിനോട് വിയോജിച്ചു. അതിൽ അതൃപ്തി, അതിലുള്ള അസന്തുഷ്ടി അവർ മറച്ചു വച്ചില്ല, പരസ്യമായി രേഖപ്പെടുത്തി. മാത്രമല്ല, ഭരണഘടനയെ എന്തുമായിട്ടാണ് അവർ താരതമ്യപ്പെടുത്തിയത്? ഇതെല്ലാം ആവശ്യം മനുസ്മൃതിയാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. ഇത് 1949 നവംബർ 30 RSSൻ്റെ മുഖപത്രം ഓർഗനൈസർ വ്യക്തമാക്കിയ കാര്യമാണ്. അവരുടെ എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കിയ കാര്യമാണ്. 1947 ജൂലൈ 17 ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലുണ്ട്. അതിൽ RSS ആവശ്യപ്പെട്ടത്
സ്വതന്ത്ര ഇന്ത്യയുടെ പതാക കാവി നിറത്തിലുള്ളതാകണമെന്നാണ്. അപ്പോൾ അതായിരുന്നു അവരുടെ ആവശ്യം. ആ പതാകയാണ് ഈ ചിത്രത്തിൽ ഉള്ള അവർ പറയുന്ന ഭാരതാംബയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഭരണഘടനയോടും ദേശീയ പതാകയോടും അസഹിഷ്ണുത പുലർത്തിയ ഒരു സംഘടനയാണ് RSS. രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ഒന്നല്ലാത്ത ഒന്നിനെ അത് ഔദ്യോഗികമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ബോധപൂർവം RSS ശ്രമിക്കുകയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യ കാലത്ത് വൈദേശിക ശക്തികൾക്കെതിരെ പോരാടാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത സംഘടനയാണ് RSS. എന്നാൽ അവർ ആ ഘട്ടത്തിലും മുന്നോട്ട് വെച്ച കാര്യം ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പട നയിക്കണമെന്നായിരുന്നു. ആഭ്യന്തര ശത്രുക്കൾ ആരാണ് എന്ന് അവരന്ന് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാന വിഭാഗം ന്യൂനപക്ഷങ്ങളാണ്. മുസ്ലിമും ക്രിസ്ത്യാനിയും പിന്നെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരും. ഇവരാണ് ആഭ്യന്തര ശത്രുക്കളെന്നാണ്. അതേസമയം അന്നത്തെ ബ്രിട്ടീഷ് രാജിന് പൂർണ്ണമായും പാദസേവ ചെയ്യുന്ന നിലയാണ് RSS സ്വീകരിച്ചിരുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിട്ടാണല്ലോ നിലനിന്നിരുന്നത്. അത് സ്വതന്ത്ര ഇന്ത്യയിൽ ലയിക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യാൻ ഏതെങ്കിലും RSSകാരനുണ്ടായിരുന്നോ? ഒരു RSSകാരനും അതിനുണ്ടായിരുന്നില്ല. മാത്രമല്ല, അന്നത്തെ ദിവാന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് അവർ ചെയ്തത്. ഇപ്പോൾ രാജ്ഭവനിലെ ഈ പ്രദർശിപ്പിച്ച ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ഭൂപടമാണോ? അതൊരു നോട്ടത്തിൽ എല്ലാം എന്നാണ് കാണുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ ഭൂപടമാണ്. ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങളെ ഒറ്റ ഹിന്ദുത്വ രാഷ്ട്രമായി ഏകീകരിക്കണമെന്ന RSSൻ്റെ വർഗീയ അജണ്ടയുണ്ട്. ആ വർഗീയ പ്രോജക്റ്റിന് നമ്മുടെ രാജ്യത്തിലെ ഭരണഘടന ഒരു പിന്തുണയും പിൻബലവും നൽകിയിട്ടില്ല. അതിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യവും ഭരണഘടന നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒന്നിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത്. ഉന്നയിക്കുമ്പോഴും ഈ CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഈ അടിയന്തരാവസ്ഥക്കാലത്ത് RSS സർക്കുലറുമായി കൂട്ടുചേർന്നിട്ടുണ്ടെന്നാണ്. അത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. അന്ന് ജനതാ പാർട്ടിയുമായി സഹകരിച്ച കാര്യമൊക്കെ പറഞ്ഞ് ഗോവിന്ദമാഷ വിശദീകരണം പറഞ്ഞു. പക്ഷേ ഇത് ഈ സമയത്ത് പറയാൻ പറ്റുന്നതാണോ എന്ന ചോദ്യം CPI നിന്നും ഉയർന്നു. എന്താ ചോദ്യം? RSSമായിട്ട് അടിയന്തരാവസ്ഥക്കാലത്ത് കൂട്ടുചേർന്നെന്ന് ഗോവിന്ദമാഷ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞത് അതിപ്പോ ഒരു വലിയ പൊളിറ്റിക്കൽ ഡിബേറ്റായി മാറിയിട്ടുണ്ട്. മാഷത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അനവസരത്തിലായി പോയോ എന്ന് കരുതുന്നുണ്ടോ? RSSമായിട്ട് രാഷ്ട്രീയമായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് സഹകരിച്ചു എന്ന് അത് വിവാദമാകില്ല എന്ന് മാഷിനോട് ചോദിക്കുമ്പോൾ വിവാദമായിക്കോട്ടെ, പക്ഷെ സഹകരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സത്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലൊക്കെ യാഥാർത്ഥ്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായി വാർത്തകൾ വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ വസ്തുതകൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ സംശയങ്ങൾ തീരേണ്ടതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. CPIMൻ്റെ രാഷ്ട്രീയം എവിടെയും തുറന്നു പറയാറുണ്ട്. അതങ്ങനെ മറച്ചു വെക്കാറില്ല. എത്ര വലിയ ശത്രുവായാലും
ആ ശത്രുവിൻ്റെ മുന്നിലും തലകുനിക്കാതെ രാഷ്ട്രീയം പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് CPIM. മാത്രമല്ല സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ശത്രുവിൻ്റെ മുന്നിലും നടത്തുന്നതിനും ഞങ്ങൾ അറച്ചു നിൽക്കാറില്ല. ഇവിടെ ശത്രുവിൻ്റെ ആക്രമണങ്ങൾ പലതും ഞങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും എല്ലാ കാലത്തും CPIM തയ്യാറായിട്ടുമുണ്ട്. ഇവിടെ കാണേണ്ട വസ്തുത, ഞങ്ങളിൽ ആരെങ്കിലും RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ RSS ആരാധിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ വെച്ച കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അത് നമ്മുടെ കേരളത്തിൻ്റെ അനുഭവത്തിലുണ്ടല്ലോ. അത്തരം ചില ഫോട്ടോകൾക്ക് മുന്നിൽ ചിലർ താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ. അങ്ങനെയൊന്നുമുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയോ പാർട്ടിക്കാരോ അല്ല CPIMഉം CPIMകാരും. ഇവിടെ തലയുയർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിനെയും BJPയെയും ലീഗിനെയും ചെറുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അത് ഞങ്ങളൊരു കാലത്തും ഒരു ഭാഗത്ത് ഒരു വർഗീയ ശക്തിയും മറ്റൊരു ഭാഗത്ത് മറ്റൊരു വർഗീയ ശക്തിയെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല. ഒരു വർഗീയതയെയും ഒന്നിച്ച് നിർത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. എല്ലാ വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ LDF ഈ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാടുകളെ നല്ല രീതിയിൽ നേരിട്ട് പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. നമ്മുടെ കേരളത്തിൽ പല അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കോലീബി സഖ്യം, അത് നമ്മുടെ നാടിനുണ്ടായ അനുഭവമാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നേരെ കോൺഗ്രസ് കളിച്ച കളിയും ഈ നാട് കണ്ടതാണല്ലോ. അതെല്ലാം ആർക്കെങ്കിലും പെട്ടെന്ന് മറന്നുപോകുന്ന ഒരു കാര്യമല്ലല്ലോ. എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യമാണല്ലോ. നമ്മൾ കാണേണ്ടത് ഞങ്ങളുടെ 215 സഖാക്കളെ കൊലപ്പെടുത്തിയ വിഭാഗമാണ് RSS. ആ അരുംകൊലക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് RSS. അതെല്ലാം ഈ നാട്ടിൽ സംഭവിച്ചതാണല്ലോ. ഈ 215-ൽ ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിലെങ്കിലും കോൺഗ്രസ് RSS ചെയ്തത് ശരിയായില്ല എന്നെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ RSSനെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ RSS ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു? കോൺഗ്രസിൻ്റെ പഴയ KPCC പ്രസിഡൻ്റല്ലേ ആ പറഞ്ഞത്. എന്താ അത് കാണിക്കുന്നത്? ഏറ്റവും വിശ്വസിക്കാവുന്ന മിത്രം എന്ന നിലക്ക് കണ്ടതുകൊണ്ടല്ലേ കാവൽ നിൽക്കാൻ RSSകാർ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചത്. ഇതെല്ലാം നമ്മുടെ നാട് കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദമുണ്ടാക്കി RSSുമായി ബന്ധപ്പെടുത്തി CPIMനെ ചിത്രീകരിക്കാം എന്ന് വെച്ചാൽ അതത്ര വേഗം ഏശുന്ന കാര്യമല്ല. അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ
RSSുമായുള്ള ബന്ധത്തിൻ്റെ കാര്യം നോക്കിയാൽ ഞങ്ങൾക്ക് RSSുമായി യോജിപ്പിൻ്റേതായ ഒരു മേഖലയും ഇല്ല എന്നതാണ് വസ്തുത. കാരണം അവർ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ആരാധിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ നേരെ നിന്നുകൊണ്ട് ആ സംഘടന ഉയർത്തുന്ന ആശയങ്ങൾക്കും അവരുടെ നടപടികൾക്കുമെതിരായി പോരാടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ സഖാക്കളെ കൊലപ്പെടുത്തിയ വിവരം ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന ഒരു വർഗീയ കൂട്ടമാണ് RSS. അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചെയ്തിട്ടില്ല. കോൺഗ്രസിനെയോ UDF കക്ഷികളെയോ അല്ല ആഭ്യന്തര ശത്രുക്കളായി അവർ കണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അതാണ് അവരുടെ അടിസ്ഥാന നിലപാട്.